Dear students, today let me start with a new module which is the Chemistry of Functional Groups 2. There are two chapters, Chemistry of Functional Groups 1 and 2. I will be taking for you Chemistry of Functional Groups 2. In this chapter, we will discuss aldehydes and ketones, carboxylic acids, amines and diazonin salt. First, let us discuss about aldehydes and ketones. Aldehydes and ketones are classes of organic compounds that contain the carbonyl group or oxo group C double bond O. The carbonyl group is bonded to a carbon atom and a hydrogen atom in aldehydes, whereas it is bonded to two carbon atoms in ketones. It is customary to write the formula of aldehydes as RCHO and a ketone as RCOR-, where R and R- are alkyl groups. ഇപ്പൊ എല്ലാവരും ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്താന്ന് കണ്ടിട്ടുണ്ടാവും. ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണൈൽ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് വിളിക്കുന്നത്. അതിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ ഒരു ആർ ഗ്രൂപ്പ് ഉണ്ടാവും, അതിന്റെ കൂടെ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. സി ഡബിൾ ബോണ്ടിന്റെ ഓ ഉണ്ടാവും, അതില് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജനും മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആർ ആയിരിക്കും. അതാണ് ആൽഡിഹൈഡിന്റെ പ്രത്യേകത. കീറ്റോൺ ആണെങ്കിൽ എന്തായിരിക്കും, ഈ സി ഡബിൾ ബോണ്ട് ഒരു ആർ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്യും, പിന്നെ വേറെ ഒന്നെങ്കിൽ സെയിം ആർ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് R-, അതിനെയാണ് കീറ്റോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ആറും R- സെയിം ആയിരിക്കും, ചില സന്ദർഭങ്ങളിൽ ആറും R- ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വെറൈറ്റി ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഒത്തിരി ആൽഡിഹൈഡ്സ് ഉണ്ട്, ഹോമോലോഗസ് സീരീസ് ആണ്, ഒത്തിരി കീറ്റോൺസും ഉണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹൗ വി നെയിം ഇറ്റ് ഇൻ കോമൺ സിസ്റ്റം ആൻഡ് ഇൻ IUPAC സിസ്റ്റം. ആൽഡിഹൈഡ്സ് യൂഷ്വൽ ആയിട്ട് കാണുന്ന ആൽഡിഹൈഡ്സ് എന്ന് പറയുന്നത് ഇതാണ് ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് HC ഡബിൾ ബോണ്ട് O H, അതാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡിന്റെ IUPAC നെയിമിംഗ് എന്ന് പറയുന്നത് മെത്തനാൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്, മെത്തനാൾ. രണ്ടാമത്തെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആൽഡിഹൈഡ് ആണ് അസിറ്റാൽഡിഹൈഡ്. അസിറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഈ ഹൈഡ്രജൻ മാറിയിട്ട് അതിന്റെ സ്ഥാനത്ത് ഒരു CH3 ഗ്രൂപ്പ് വരും. അപ്പൊ CH3 C ഡബിൾ ബോണ്ട് O H, അതാണ് അസിറ്റാൽഡിഹൈഡ്. അപ്പൊ അസിറ്റാൽഡിഹൈഡിന്റെ പേര് എത്തനാൾ. ഇറ്റ്സ് കോൾഡ് വാട്ട്? എത്തനാൾ. ഇതിന് 3 കാർബൺ ആറ്റമുള്ള ഒരു ആൽഡിഹൈഡ് ആണ്, അതുകൊണ്ട് തന്നെ പ്രൊപ്പനാൾ എന്നാണ് ഇതിനെ വിളിക്കുക. ഈ IUPAC സിസ്റ്റത്തിൽ ആൽഡിഹൈഡ്സിനെ നെയിം ചെയ്യണത് ആൽക്കനാൾസ് എന്നാണ്. അപ്പൊ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് എണ്ണീട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീന്റെ പേര്. അപ്പൊ ഇവിടെ 3 കാർബൺ ആറ്റം ഉള്ളതാണ് പ്രൊപ്പെയിൻ വരും. അപ്പൊ പ്രൊപ്പെയിന്റെ ഈ വെട്ടിക്കളഞ്ഞിട്ട് AL ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? പ്രൊപ്പനാൾ. ഇതിന്റെ പേര് പ്രൊപ്പനാൾ എന്നാണ്. ഇതാണ് നമ്മുടെ ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ്. ആരോമാറ്റിക് ആയിട്ടുള്ള ആൽഡിഹൈഡിന്റെ പേര് ബെൻസ് ആൽഡിഹൈഡ് എന്നാണ്. ഇത് ആരോമാറ്റിക് റിംഗ് ഉണ്ട്. അപ്പൊ C6H5 C ഡബിൾ ബോണ്ട് O H, ബെൻസ് ആൽഡിഹൈഡ്. ഇനി കീറ്റോൺസ് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കീറ്റോണിന് തന്നെ 3 കാർബൺ ആറ്റം ഉണ്ട്. ഇത് നമുക്ക് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കാർബൺ ആറ്റം ഉള്ള ഒരു കീറ്റോൺ എഴുതാൻ പറ്റില്ല, ഒരു കാർബൺ ആറ്റം ഉള്ള കീറ്റോണും എഴുതാൻ പറ്റില്ല. പക്ഷെ ഒരു കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ് ഉണ്ട്, ഇവിടെ കണ്ടതാണ് നമ്മൾ ഒരു കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ്. കീറ്റോൺസിൽ ആദ്യത്തെ സ്റ്റാർട്ടിങ് കീറ്റോൺ തന്നെ 3 കാർബൺ ആറ്റം ഉണ്ട്. അതിന്റെ പേര് അസറ്റോൺ എന്നാണ്. കോമൺ നെയിം ആണ് അസറ്റോൺ. ഇതിന് IUPAC പ്രകാരം ഇതിനെ നെയിം ചെയ്യുന്നത് പ്രൊപ്പനോൺ എന്നാണ്. ഇതിന്റെ പേര് പ്രൊപ്പനോൺ. അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കീന്റെ പേര് പ്രൊപ്പെയിൻ. 3 കാർബൺ ആറ്റമാണ്, പ്രൊപ്പെയിൻ വരും. അതിൻ്റെ കൂടെ ONE ആഡ് ചെയ്യുക. ഈ വെട്ടിക്കളഞ്ഞിട്ട് പ്രൊപ്പെയിൻ്റെ ഈ വെട്ടിക്കളഞ്ഞിട്ട് ONE ആഡ് ചെയ്യുക. അപ്പൊ പ്രൊപ്പനോൺ എന്ന് വരും. ഇതിന്റെ പേര് പ്രൊപ്പനോൺ എന്നാണ്. ഇത് അതുപോലെ തന്നെ വേറൊരെണ്ണമാണ് അസറ്റോഫിനോൺ. ഇറ്റ് ഇസ് കോൾഡ് അസറ്റോഫിനോൺ. ഈ CH3 ഗ്രൂപ്പ് മാറിയിട്ട് അതിന് പകരം നമ്മൾ C6H5 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പേര് വേറൊരു IUPAC പ്രകാരം ഇതിന്റെ പേര് 1-ഫീനൈൽ എത്തനോൺ എന്നാണ്. 1-ഫീനൈൽ എത്തനോൺ.
അപ്പൊ ഇതൊക്കെയാണ് naming of aldehydes and ketones. Now let us discuss the preparation of aldehydes and ketones from alcohols. Usually it is done by the oxidation of primary alcohols and secondary alcohols. Secondary alcohols and primary alcohols are oxidized with strong oxidizing agents like acidified KMnO4 or potassium dichromate or with chromium trioxide in an anhydrous medium. A primary alcohol gets converted into the corresponding aldehyde and a secondary alcohol gets converted into the ketone. ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണെന്ന് എല്ലാവർക്കും അറിയണ്ടാവും. ആൽഫ ഹൈഡ്രജൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ KMnO4 എടുക്കുക ആസിഡിഫൈഡ്, അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പൊ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എന്താ പറയാ ഈ രണ്ട് ഹൈഡ്രജനും ഇതിൽ നിന്ന് പോയിട്ട് ഇവിടെ എന്താ പറയാ കാർബണൈൽ ഗ്രൂപ്പ് വരും. അതാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡ്. അപ്പൊ എത്ര കാർബൺ ആറ്റമുള്ള ആൽക്കഹോളാണ് നമ്മൾ എടുക്കണമെങ്കിൽ അത്രയും തന്നെ കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് നമുക്ക് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണ് നമ്മൾ എടുക്കുന്നത്. സെക്കൻഡറി ആൽക്കഹോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി അല്ല ആൽഫ കാർബണില് രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ളതാണ് സെക്കൻഡറി ആൽക്കഹോൾ. അതിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഹൈഡ്രജന് റിമൂവ് ആയിട്ട് നമുക്ക് കീറ്റോൺ കിട്ടും. RCOR'. ഓക്കെ, അപ്പൊ നമുക്ക് കീറ്റോൺ കിട്ടും. ഇനി ഓക്സിഡൈസ് ചെയ്യാനുള്ള വേറെ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കാനും സെക്കൻഡറി ആൽക്കഹോളിനെ കീറ്റോൺ ആക്കാനും നമുക്ക് വേറെ റിയേജൻസ് ഒക്കെ എടുക്കാവുന്നതാണ്. ഒരു റിയേജന്റ് എന്ന് പറയുന്നത് പിറിഡീനിയം ക്ലോറോക്രോമേറ്റ്, PCC എന്ന് പറയും. പിറിഡീനിയം ക്ലോറോക്രോമേറ്റ് അത് ക്രോമിയം ട്രയോക്സൈഡും പിറിഡീനും HCl-ഉം ഡൈക്ലോറോമീത്തീൻ അല്ലെങ്കിൽ ക്ലോറോഫോം എന്ന് പറഞ്ഞ സോൾവെന്റിൽ എടുക്കുന്ന റിയേജന്റിനെയാണ് പിറിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് വിളിക്കുന്നത്, PCC. അപ്പൊ PCC നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. PCC ഉപയോഗിക്കാവുന്നതാണ്. PCC ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്സ് ഇപ്പൊ ഈ ചെയിനിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിനെ അത് അറ്റാക്ക് ചെയ്യില്ല. അതേപോലെ തന്നെ ഡബിൾ ബോണ്ടിൽ ഒരു വ്യത്യാസം വരാത്ത ആൽഡിഹൈഡ് തന്നെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് വൺ സ്പെഷ്യൽ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് PCC or pyridinium chlorochromate is that unlike acid permanganate or dichromate, it leaves any carbon-carbon multiple bond in the substrate unoxidized. അപ്പൊ ഡബിൾ ബോണ്ട് ഈ സബ്സ്ട്രേറ്റിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഡബിൾ ബോണ്ട് അതേപോലെ തന്നെ ആൽഡിഹൈഡിലും ഉണ്ടാവും. അതാണ് അതിന്റെ PCC ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. പക്ഷെ നമ്മൾ KMnO4 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എടുക്കണമെങ്കിൽ ആ ഡബിൾ ബോണ്ടും ഓക്സിഡൈസ്ഡ് ആയിട്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഡബിൾ ബോണ്ട് അതേപോലെ തന്നെ കിട്ടില്ല. അതാണ് PCC ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം. Next is by dehydrogenation of alcohols. When the vapors of a primary alcohol are passed over heated copper at 573 Kelvin, dehydrogenation of the alcohol occurs to yield the corresponding aldehyde. അതായത് നമ്മളൊരു ആൽക്കഹോൾ എടുക്കുകയാണ്, കോപ്പർ 573 കെൽവിൻ അല്ലെങ്കിൽ 300 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഡീഹൈഡ്രജനേഷൻ നടക്കും. രണ്ട് ഹൈഡ്രജൻസ് എസ്കേപ്പ് ആവും. എന്നിട്ട് നമുക്ക് കിട്ടുന്നത് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ്. പ്രൈമറി ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണ് എടുക്കണമെങ്കിൽ കീറ്റോൺ കിട്ടും. ടെർഷ്യറി ആൽക്കഹോൾസ് ആണ് കിട്ടണമെങ്കിൽ ആൽക്കീൻസ് ആണ് കിട്ടുന്നത്. അത് നമുക്ക് വേണ്ട, ഇത് രണ്ടും നോക്കിയാൽ മതി. പ്രൈമറി ആൽക്കഹോൾ ഗിവ്സ് ആൻ ആൽഡിഹൈഡ് ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾസ് ഗിവ്സ് എ കീറ്റോൺ. The method is suitable for dehydrogenation of volatile alcohols and is of industrial application.
So if we take this is ethanol we get acetaldehyde. And if we take isopropyl alcohol, what do we get? We get acetone as the product. Next is a preparation of ketones. Ketones are also prepared by the same method. I have already discussed it, but once again, I will just repeat it. Ketones are prepared by the oxidation of secondary alcohols with strong oxidizing agents like acidified KMnO4 or potassium dichromate, or with chromium trioxide in an anhydrous medium. So here we have taken isopropyl alcohol. We get acetone as the product. Next is dehydrogenation. Dehydrogenation of alcohol, secondary alcohols. When the vapors of a secondary alcohol are passed over copper at 573 Kelvin, dehydrogenation of the alcohol occurs to yield the corresponding ketone. This is called dehydrogenation reaction, where the two hydrogens are removed from the reaction and a carbonyl group is formed. So this is an ideal method for the preparation of ketones. So today in this class we will discuss only the preparation methods of aldehydes and ketones, and the next class we can discuss about the reactions of aldehydes and ketones. Okay, thank you.